ഹായ് കൂട്ടുകാരെ, ഇന്ന് രാവിലെ തന്നെ നല്ല മഴയാണ് കേട്ടോ. അടിപൊളി മഴയാണേ. ഇത് കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് സ്കൂളിൽ പോകുന്ന ഒരു ഓർമ്മ തിരിച്ചു വരിക. സ്കൂളിൽ പോകാൻ നേരം രാവിലെ എഴുന്നേൽക്കുമ്പം ഈ മഴയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര മടിയാണല്ലോ. പിന്നെ ഇപ്പോൾ സ്കൂൾ തുറക്കാൻ അധികം ദിവസങ്ങളൊന്നുമില്ല. അപ്പോൾ അതാണ് മനസ്സിലേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെ രാവിലത്തെ കാപ്പിക്കുള്ള കാര്യങ്ങളൊക്കെ ഇന്നലെയെല്ലാം ആലോചിച്ചു. അതുകൊണ്ട് പുട്ടും കടലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉച്ചക്കലത്തേക്ക് എന്താണെന്നുള്ള ആലോചനയാണ് കേട്ടോ. അപ്പോൾ പുട്ടും കടലയൊക്കെ കഴിച്ചു. അതെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഉച്ചക്കലത്തേക്ക് കുറച്ച് മീൻ ഇരിപ്പുണ്ടായിരുന്നു, ചെങ്കലവ. അതെല്ലാം വെട്ടി വെച്ചേക്കുമായിരുന്നു. അപ്പോൾ അന്നേരം അതൊന്ന് എടുത്ത് മുളക് കറി വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ദാണ്ടെ കുറച്ച് മുളക് പൊടി എടുത്ത് മൂപ്പിച്ചിട്ട് ഒരു തുള്ളി വെള്ളം ഒഴിച്ചൊന്ന് തിളപ്പിച്ചിട്ട് അത് മിക്സിക്കകത്തിലോട്ടിട്ടൊന്ന് അരച്ചെടുക്കും. ആ അരപ്പ് കലക്കി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കലക്കി അതിലേക്ക് കുറച്ച് ഉപ്പും തോട്ടുപുളിയും അതേപോലെ ഉലുവാപ്പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടി ഇട്ടിട്ട് ഇതേപോലെ കലക്കി അടുപ്പത്ത് വെച്ച് അരപ്പ് നല്ലതുപോലെ തിളച്ച് വരുമ്പം ആവശ്യത്തിന് ഉപ്പും പുളിയും ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം. ഒരു സ്വല്പം ഉപ്പും പുളിയും മുന്നിട്ട് നിൽക്കണം. കാര്യം കഷ്ണം നമ്മളത് കഴിഞ്ഞാണ് ഇടുന്നത്. ഈ ചെങ്കലവായ്ക്കൊരു കുഴപ്പമുണ്ട്. നമ്മളിങ്ങനെ പെട്ടെന്ന് കഷ്ണം എടുത്ത് കഷ്ണവും വെള്ളവും കൂടെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് ആലിപ്പോവും. എന്ന് വെച്ചാൽ കഷ്ണം അങ്ങ് മാംസം അങ്ങ് ഇളകിപ്പോവും. ഇങ്ങനെ ഇടാമെന്നുണ്ടെങ്കിൽ നമുക്ക് മാംസം അങ്ങനെ ഇളകിപ്പോവാതെ നല്ലതായിട്ട് കിട്ടുകയും ചെയ്യും. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കൂട്ടാൻ. അപ്പം ഞാൻ ഇതേപോലെ രണ്ടായിട്ട് കണ്ടിച്ച്, ഇടത്തരം ചെങ്കലവായിരുന്നു. അതെല്ലാം രണ്ടായിട്ട് കണ്ടിച്ച് അതെല്ലാം ഒന്ന് കഷ്ണമെല്ലാം അതിനകത്തിലേക്കിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വെച്ച് അടച്ച് വെച്ച് നമ്മളിതൊന്ന് തിളപ്പിക്കാം. ഇനി അടുത്ത ചിന്ത മീൻ മാത്രം പോരാല്ലോ, മീൻ മുളക് കറി വെക്കാം. ഇനിയിപ്പോൾ എന്തായാലും പച്ചക്കറി എന്തെങ്കിലും വേണം. അപ്പം അതെന്തുവാണെന്നുള്ള ഒരു ആലോചനയും ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ പച്ചക്കറി തട്ടിലോട്ട് കയറാം നമുക്ക്. അപ്പം അങ്ങനെ ഇരുന്നപ്പം കുറച്ച് വെണ്ടയ്ക്ക ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് ദിവസമായി, ഇപ്പോൾ ഇത്രയും ഉണ്ട് നമ്മുടെ കയ്യിൽ വെണ്ടയ്ക്ക. പക്ഷേങ്കിൽ എന്തും വേണ്ടി നല്ലതാണെന്നോ ഒന്നും അറിയത്തില്ല. കാര്യം വെണ്ടയ്ക്ക കുറച്ച് ദിവസം ആയതുകൊണ്ട് മൂത്ത് പോവുമല്ലോ. എന്തായാലും അരിഞ്ഞ് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതും മെഴുക്ക് വരട്ടാം, മീൻ മുളക് കറിയും വെക്കാം. അപ്പോൾ രണ്ട് കൂട്ടാനായി. അപ്പം അങ്ങനെ ഞാനിങ്ങനെ വട്ടത്തിലാണ് അരിയുന്നത്. അതും കുറച്ച് വീതിക്കാണ് അരിയുന്നത്. കാര്യം ഞാൻ ആദ്യം ഇത് ഇങ്ങനെ സ്ലൈസായിട്ട് അരിയുമ്പോൾ അത് നമുക്ക് വെവ്വേറെ കിട്ടത്തില്ല, അങ്ങ് പൊടിഞ്ഞു പോകുമായിരുന്നു മെഴുക്ക് വരട്ടി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ വട്ടത്തിൽ അരിഞ്ഞരിഞ്ഞ് ഇതിപ്പോൾ അത് അരിയാനൊക്കുന്നില്ല, അത് നല്ലതായിട്ട് മൂത്തതാണ്. ഇങ്ങനൊരു കുഴപ്പമുണ്ട് ഇതിന്. പക്ഷേ നമുക്ക് നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ ഇതുണ്ടെന്നുണ്ടെങ്കിൽ വേറെ ഇതും മുളക് ചാറും കൂടെ ഒഴിച്ച് പുരട്ടി കഴിക്കുമ്പോൾ അതിൻ്റേതായ ഒരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ തൽക്കാലം പച്ചക്കറിയായിട്ട് ഇത് മെഴുക്ക് വരട്ടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിങ്ങനെ ഞാനെല്ലാം ഓരോന്നോരോന്നായിട്ട് നോക്കി. ചിലതിനകത്താണെങ്കിൽ പുഴു വരും, മൂത്തതും ഉണ്ട്, അതേപോലെ തന്നെ പുഴുവും വരും. അതും ആ പുഴു വരുന്നതിനകത്ത് മൂത്തതായിരിക്കത്തില്ല, അത് ഇളവനുമായിരിക്കും. എന്തോ ചെയ്യാനാണ്, ഇപ്പോൾ തന്നെ ഒരെണ്ണം അടുത്തത് കളഞ്ഞു. ഇനി ഞാൻ പോയി ചെന്ന് മീൻ അടച്ച് വെച്ചിരുന്നത് നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം ഇതിനകത്തിൽ ഒന്നുകൂടെ ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കണം, കറക്റ്റാണോ എന്നറിയാൻ. അപ്പോൾ അന്നേരം ഉപ്പും പുളിയൊക്കെ നോക്കുക. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ചെറിയ കലത്തിലാണ് അരിയിട്ടത് വെച്ചതേ. അപ്പോൾ കഴിഞ്ഞ ദിവസം കുറച്ച് ചോറ് ഇരിപ്പുണ്ടായിരുന്നു തിളപ്പിച്ച് ഊറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് രാവിലെ തന്നെ തിളപ്പിച്ച് ഊറ്റി മാറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കി അത് തികഞ്ഞില്ലെങ്കിലോ എന്ന് വിചാരിച്ചാണ് നമ്മൾ ഈ ഒരു കൊച്ചു കലത്തിൽ ചോറ് വെച്ചത്. അപ്പോൾ ഉപ്പും പുളിയൊക്കെ നോക്കിയിട്ട് അതിങ്ങ് വാങ്ങാം. ഉപ്പും പുളിയും നോക്കി കുറച്ചുകൂടെ അടച്ച് വെച്ചിട്ട് നമ്മൾ ഒരു ശകലം പച്ച വെളിച്ചെണ്ണ അതിൻ്റെ മണ്ടയ്ക്കോട്ടൊന്ന് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായിരിക്കും. പിന്നെ ഇതിൻ്റെ കൂടെ കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ. ഇങ്ങനെ മുളക് കറി വെക്കുമ്പോൾ, ചെങ്കലവ മുളക് കറി വെക്കുമ്പോൾ ചേർക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും. ഇങ്ങനെ ചട്ടി എടുത്തൊന്ന് കറക്കാൻ പറ്റിയാൽ അത് നല്ലതായിരിക്കും. പക്ഷേ കുറച്ച് ഡേഞ്ചറാണ്, കാരണം അടുപ്പത്തെ ചൂട്, പിന്നെ നമ്മളതിൻ്റെ വെയിറ്റ് അതെല്ലാം നോക്കി വേണം. ചട്ടിക്ക് നല്ല ചൂടുണ്ട്. അപ്പോൾ അതുപോലെ ഒന്ന് അടച്ചൊന്ന് വെച്ച് ഒന്ന് തിളച്ച് കഴിഞ്ഞ് ഞാനതങ്ങ് വാങ്ങിയേ. പിന്നെ ഈ കമത്തി വെച്ചിരുന്ന ചോറ് ഒന്ന് തീ കൊള്ളിക്കാമെന്ന് വിചാരിച്ചു. അതൊന്ന് പൊട്ടിച്ചെടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ രാത്രിയാകുമ്പം അടിഭാഗത്തോട്ട് നല്ല വെള്ളമായിരിക്കും.
അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ട് അതും കൂടെ ഒന്ന് ചെയ്തു. നല്ല ഉഷ്ണമുണ്ട് കേട്ടോ. രാവിലെ നല്ല മഴയാണെന്ന് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. നല്ല ഉഷ്ണമുണ്ട്. ഈ അടുപ്പിൻ്റെയൊക്കെ ചോട്ടിൽ നിൽക്കുന്നതുകൊണ്ടായിരിക്കും. നമ്മൾ കൂടുതൽ ഈ മീൻ കറിയാണെങ്കിലും അരിയാണെങ്കിലും കുടിക്കുന്ന വെള്ളമാണെങ്കിലും അത് നമ്മൾ ഈ അടുപ്പത്ത് വെച്ചാണ് ഉണ്ടാക്കുന്നത്. അല്ലാതെ നമ്മൾ ഇതൊന്നും ഗ്യാസ് സ്റ്റവേ വെക്കാറില്ല. ഇനി അതെല്ലാം മാറ്റി കഴിഞ്ഞപ്പം അടുത്തത് ദാണ്ടെ നമ്മുടെ ചോട്ടുവിനുള്ള ഫുഡാണ്. ചോട്ടു ആരാണെന്നുള്ളത് കഴിഞ്ഞ ലോങ് വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അവനെ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആരും ഇതുവരെ ആ ലോങ് വീഡിയോ കണ്ടില്ല. ഒന്ന് കാണണേ കേട്ടോ. കണ്ട് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അവനുള്ള ഫുഡും കൂടെ അതിലേക്ക് വെച്ചു. അപ്പോൾ അവനുണ്ടാക്കുന്ന പാത്രം ഇതാ, അവൻ്റെ പാത്രം ഇതാ. അപ്പോൾ ഇതിങ്ങനെ അതിൻ്റെ ഇടയ്ക്കൂടെ ഞാൻ വന്ന് എന്താ ഈ വെണ്ടയ്ക്ക അരിഞ്ഞ് എല്ലാം തീർത്ത് ദാണ്ട് ടോട്ടലി നമുക്ക് ഇത്രയേ കിട്ടിയുള്ളൂ. പക്ഷേ അതിനേക്കാൾ കൂടുതൽ നമുക്ക് വേസ്റ്റ് ഉണ്ട് കളയാൻ. ഇത് കൊണ്ടുവന്ന് ദാണ്ട് പച്ചക്കറി മാത്രം കളയുന്ന ഒരു വേസ്റ്റ് ഡപ്പുണ്ട്. അതിലേക്ക് കൊണ്ടുവന്ന് ഇടത്തേ ഉള്ളൂ. അപ്പോൾ അതാകുമ്പോൾ കുറച്ച് ഈ അരിയൊക്കെ കിടന്നുകൊണ്ട് നമുക്ക് കിളിക്കും. അപ്പം അത്യാവശ്യം ഒരു സാധനം ആദ്യം ഒരു പാവലൊക്കെ കിളിച്ച് വന്ന് കുറച്ച് പാവയ്ക്ക നമ്മൾ പറിച്ചായിരുന്നു. ഇപ്പോൾ ദാണ്ട് വേറൊരു സംഭവം എല്ലാം റെഡിയായി നിൽപ്പുണ്ട്. അപ്പോൾ അതെല്ലാം ആകുമ്പോൾ ഞാനൊരു വീഡിയോ എടുത്തിടാവേ. അപ്പം ഞാനിതെടുത്ത് അടുപ്പത്തോട്ട് വെച്ചു. ചീനിച്ചട്ടിക്കകത്തിലോട്ട് അതൊന്ന് വേവാൻ വേണ്ടിയിട്ട് ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഇളക്കി തുറന്ന് വെച്ച് വേവിക്കാവേ. അതല്ലെന്നുണ്ടെങ്കിൽ അടച്ച് വെക്കുമ്പം വെണ്ടയ്ക്ക അങ്ങ് വെന്തങ്ങ് ഇറുന്ന് പോവും. നമുക്ക് വെവ്വേറെ കിട്ടത്തില്ല. അധികം വേവില്ല, എന്നാൽ വേവുണ്ട് താനും വെണ്ടയ്ക്കയ്ക്ക്. അതാണ് വെണ്ടയ്ക്കയുടെ പ്രത്യേകത. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് അത് തുറന്ന് വെച്ചെല്ലാം വേവിച്ചെല്ലാം കഴിഞ്ഞപ്പം ഞാൻ പിന്നെ ഒരു അടികട്ടിയുള്ള നമ്മുടെ വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ചീനിച്ചട്ടി എല്ലാവർക്കും പരിചയമായി കാണും. ഇതിനകത്താണ് ഞാൻ മെഴുക്കുവരട്ടി സ്ഥിരം ഇടാറ്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ട് മറ്റേ വേവിച്ചെടുത്തത് പതിയെ വേണം കേട്ടോ. പതിയെ ഞാൻ ഇച്ചിരി സ്പീഡ് കൂട്ടിയിട്ടുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ പെട്ടെന്ന് വലിച്ചു പറിച്ച് ഞാൻ ആ ചീനിച്ചട്ടിക്കകത്ത് ഇടുന്നതായിട്ട് തോന്നുന്നത്. അപ്പോൾ ഏട്ടൻ എന്നോട് വന്നിട്ട് പറഞ്ഞു, എടി നിന്നെ കാണുന്നില്ല കേട്ടോ, ആകെപ്പാടെ ആ ഇത് മാത്രമേ കാണുന്നുള്ളൂ, ആ ചീനിച്ചട്ടിയും കാര്യം. അപ്പം ഞാൻ എന്നാൽ ഫോണൊന്ന് ഉയർത്തി പിടിക്ക്. ഞാനന്നേരം അത്യാവശ്യം ചെറിയൊരു സ്റ്റൂളിൻ്റെ പുറത്ത് വെച്ചാൽ ക്യാമറ വെച്ചിരുന്നത്. അപ്പം അങ്ങനെ ഏട്ടനാണ് വന്ന് ഫോൺ പിടിച്ച് തന്നത്. പിന്നെ അതെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ചെറിയൊരു തട്ടിക്കൂട്ട് ചമ്മന്തിയും കൂടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ചമ്മന്തിയും മെഴുക്ക് പുരട്ടിയും മീൻ കറിയും ആഹാ അടിപൊളി. അപ്പോൾ അതിന് വേണ്ട കാന്താരി മുളകും ചെറിയുള്ളിയും ഉപ്പും പിന്നെ പേരിനും ഒരു നിറത്തിന് വേണ്ടിയിട്ട് ഇച്ചിരി മുളക് പൊടിയും കൂടെ ചേർക്കും. എരിവിന കാന്താരി മുളക് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ എന്നാൽ അരച്ചങ്ങ് വെക്കാമെന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞില്ലേ നല്ല ഉഷ്ണമുണ്ട്, മഴ പെയ്തെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമ്മളിങ്ങനെ അടുക്കളയിലും ഇങ്ങനെ ചൂടൊക്കെ ആയതുകൊണ്ടായിരിക്കും നമുക്ക് വല്ലാത്ത ഉഷ്ണമുണ്ട്. അപ്പോൾ അങ്ങനെ ചമ്മന്തി എല്ലാം ആയിട്ടുണ്ട്. ചമ്മന്തി പണ്ടേ എനിക്കിഷ്ടം ഈ ചമ്മന്തി കേട്ടോ. ഏട്ടനും അതുപോലെ തന്നെയാണ്, ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ്. ഞാനങ്ങനെ എല്ലാ ദിവസവും അരയ്ക്കാറുമില്ല. തേങ്ങ ഇല്ലയോ അങ്ങനെ എല്ലാ ദിവസവും കൊടുക്കത്തില്ല. പിന്നെ വല്ലപ്പോഴും ഇരിക്കലേ ഒന്ന് കൊടുക്കും. അപ്പം അങ്ങനെ ഇതേപോലെ ഉപ്പ്, എനിക്ക് എപ്പോഴും കൺഫ്യൂഷനുള്ളൊരു സംഭവമാണ് ഈ ഉപ്പ്. അതെല്ലാം കഴിഞ്ഞ് അതെല്ലാം മിക്സിയുടെ ജാറെല്ലാം മാറ്റി അതിന് ശേഷം തന്നെ ഇനിയിപ്പോൾ ആ ബാക്കിയുള്ളത് വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി മാത്രമാണ്. അത് കുറച്ച് നേരം കിടക്കണം, എന്നാൽ മാത്രമേ ആവത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും